ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മനു ബാലചന്ദ്രനെ കാണാനായിട്ട് ഐസിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ മനു ബാലചന്ദ്രനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, മനു നീ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തിനാണ്, നിനക്കൊന്നും എന്നോട് ചോദിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ എന്താണ് ഇപ്പോൾ അങ്കിളിനോട് ചോദിക്കേണ്ടത്, അങ്കിളിന് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്ന് മനുവിനെ ശ്രദ്ധിക്കുകയാണ്. ആദ്യം അങ്കിളിൻ്റെ അസുഖമെല്ലാം മാറി വരട്ടെ, എന്നിട്ട് നമുക്കെല്ലാം വിശദമായിട്ട് സംസാരിക്കാമെന്നൊക്കെ മനു പറയുകയാണ്. ഇപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുക, നല്ല രീതിയിലുള്ള റെസ്റ്റാണ് വേണ്ടതെന്നൊക്കെ പറയുകയാണ്. പിന്നെ ആൻറ്റി പുറത്തുണ്ട്, അങ്കിളിനെ ഒന്ന് കാണണം എന്നൊക്കെ പറയുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് അവളെ ഇപ്പോൾ കാണണ്ട, ഇവിടെ വെച്ച് കാണണ്ട, വീട്ടിൽ വരട്ടെ എന്നിട്ട് കാണാൻ. എനിക്ക് മാളികക്കൽ കുടുംബത്തിൽ നിന്ന് ആരും എന്നെ വന്ന് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് വളരെ ദേഷ്യത്തിൽ ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, അപ്പോൾ ഞാനും വരുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് വരാം, നീ എനിക്കൊരു മകനെ പോലെയാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ സമയം വൈജയന്തി അവിടെ വെളിയിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മനു കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ വൈജയന്തി ചോദിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്കിൾ, പൂർവ്വസ്ഥിതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ്. എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇപ്പോൾ ആൻറ്റി കാണണ്ടെന്നാണ് പറയുന്നത്, വീട്ടിൽ വന്നിട്ട് കാണാമെന്നാണ് പറയുന്നത്. എന്തൊരു വിധിയാണിത്, എനിക്ക് എന്നോട് മാത്രം എല്ലാവർക്കും ദേഷ്യമാണല്ലോ ഈശ്വരൻ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി വിഷമിക്കുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, ആൻറ്റി ഒരു കാര്യം ചെയ്യുക, ആൻറ്റി വീട്ടിലോട്ട് പൊയ്ക്കോ, ഞാൻ രാത്രി ഇവിടെ ഇരുന്നോളാം എന്ന് പറയുകയാണ്. ഇല്ല മനു, നീ പൊയ്ക്കോ, ഞാൻ ഇരുന്നോളാം എന്ന് പറയുകയാണ്. അത് കുഴപ്പമില്ല ആൻറ്റി, വല്ല ബ്ലഡോ വല്ല മെഡിസിൻസോ വല്ലോ വെളിയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയണം, ആൻറ്റിക്ക് പറ്റത്തില്ലല്ലോ രാത്രി എന്നൊക്കെ പറയുകയാണ്. കുഴപ്പമില്ല ആൻറ്റി, വീട്ടിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞ് മനു വളരെയധികം നിർബന്ധിച്ച് വൈജയന്തി വീട്ടിലോട്ട് അയക്കുകയാണ്. അലീന മുത്തശ്ശിക്ക് ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ്. ആ സമയം രോഹിത് മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഡൈനിങ് ടേബിൾ അവിടെ എല്ലാവർക്കും നോക്കിയാണ് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ, എന്നിട്ട് അവിടെ വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും ഭക്ഷണം വേണോ, ഞാൻ എടുത്തു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ വളരെയധികം ദേഷ്യപ്പെടുകയാണ് രോഹിത്. നീ ആരടി എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാം, എൻ്റെ ഒരു ഫുഡും വേണ്ട ഒന്നും വേണ്ട, എന്നെ ഉണ്ടാക്കാൻ വരരുതെന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വിഷമാവുകയാണ്. ഇത് കഴിഞ്ഞ് വൈജയന്തി രാത്രി വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അലീന വന്ന് കതക് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ വൈജയന്തി അലീനെ വളരെയധികം ദേഷ്യത്തോട് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. തൊട്ട് പുറകെ അലീനയും കയറി പോവുകയാണ്. അപ്പോൾ അലീനെ വിളിക്കുകയാണ്, നീ നിൽക്കടി എന്ന് പറയുകയാണ് ദേഷ്യത്തിൽ. നീ ഒറ്റൊരുത്തി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് വളരെയധികം ഷൗട്ട് ചെയ്യുകയാണ് അലീനയെ. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം നീ ഒറ്റൊരുത്തിയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് മാഡം പറഞ്ഞത്, നീ രോഹിത്തിൻ്റെ കാര്യം ബാലചന്ദ്രനോട് പറഞ്ഞു, അത് ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാഡം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അലീന പറയുകയാണ്. നീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം. ആ സംഭവം അറിഞ്ഞ ശേഷമാണ് ബാലചന്ദ്രൻ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നതും പിന്നെ മുഴുകുടിയനായിട്ട് വരുന്നതും ഇപ്പോൾ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലാവുന്നത്. എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാണ്. നീ എങ്ങനെയുടെ ആണുങ്ങളെ മയക്കിയെടുത്തു, ബാലചന്ദ്രനെ ആദ്യം മയക്കിയെടുത്ത്, പിന്നെ എൻ്റെ കുടുംബത്തിലുള്ള പയ്യന്മാരെ മയക്കിയെടുത്ത്, നീ എന്തൊരു സ്ത്രീയാണ് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ അലീന ദേഷ്യത്തിൽ പറയുകയാണ്, നിങ്ങളെ മകനെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്തണമായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്, നിനക്ക് പിന്നെ വളർത്താൻ ഒരു അമ്മയില്ലല്ലോ, ആർക്കറിയാൻ പിഴച്ചു പറ്റുന്ന ആരുടെ മകളാണെന്നുള്ളത്, അപ്പോൾ നിനക്കാണ് വളർത്തു ഗുണത്തിൻ്റെ ദോഷമുള്ളതെന്നൊക്കെ പറഞ്ഞ് അലീന വളരെയധികം ഷൗട്ട് ചെയ്യുകയാണ്. നീ ഒറ്റൊരുത്തിയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുകയാണ്. നീ കാലെടുത്ത് വെച്ച് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബത്തിലുണ്ടായത്, ഇപ്പോൾ ഇതാ ബാലചന്ദ്രൻ അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ വരെ ആയിരിക്കുകയാണ്, നീ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഷൗട്ട് ചെയ്യണം. അപ്പോൾ അലീന പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകാനൊക്കെ തയ്യാറാണെന്ന് പറയുകയാണ്. ഇത് കഴിഞ്ഞ് വൈജ റൂമിലോട്ടൊക്കെ വന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ ബാലചന്ദ്രൻ കൊണ്ടുവന്ന ബാഗും മറ്റ് സാധനങ്ങളും കണ്ണാടി മൊബൈൽ ഫോണൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബാഗൊക്കെ പരിശോധിക്കുകയാണ് വൈജയന്തി, പക്ഷേ അതിലൊന്നും കിട്ടുന്നില്ല. പിന്നെ മേശ തുറന്ന് നോക്കുമ്പോൾ തോക്കെല്ലാം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു ദുരൂഹത പോലെയൊക്കെ വൈജയന്തിക്ക് തോന്നുകയാണ്. പിന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ ലോക്കാണ്. അപ്പോൾ പല ഇത് ഉപയോഗിച്ച് ലോക്ക് മാറ്റാനായിട്ട് നോക്കുകയാണ്, പക്ഷേ അതിന് പറ്റിയില്ല. അങ്ങനെ ആ വിഷമത്തിൽ വൈജയന്തി അവിടെ തന്നെ ഇരിക്കുകയാണ്. കഴിഞ്ഞ് അലീന കിടക്കാനായിട്ട് മുത്തശ്ശിയുടെ റൂമിലോട്ട് വരികയാണ്. എന്നിട്ട് വൈജയന്തി തന്നോട് ദേഷ്യപ്പെട്ട കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് വളരെയധികം സങ്കടത്തോട് പറയുകയാണ്. മുത്തശ്ശി പറയുന്ന കേട്ടില്ലേ, ഞാനാണ് ഇവിടെ എല്ലാത്തിനും കാരണം, ഇപ്പോൾ സാറ് അറ്റാക്ക് വന്ന് കിടക്കുന്നത് ഞാൻ കാരണമാണെന്നൊക്കെയാണ് പറയുന്നത്, ഞാൻ എന്ത് തെറ്റാണ് മുത്തശ്ശി ചെയ്തത്, എനിക്കിനി ഇതൊന്നും സഹിച്ച് ഇവിടെ നിൽക്കാൻ വയ്യ മുത്തശ്ശി എന്ന് വളരെയധികം വിഷമത്തിൽ പറയുകയാണ്. എന്തായാലും മോളൊന്ന് സമാധാനപ്പെടും, ഞാൻ വൈജയന്തി മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ബാലചന്ദ്രൻ സാറ് വന്ന് ഞാനാണോ സാറിന് അറ്റാക്ക് വരാൻ കാരണമെന്ന് ചോദിച്ചിട്ടേ പോകത്തുള്ളൂ, നീ മിടിക്കുകയാണ്, അങ്ങനെ എന്നെ ചോദിക്കണമെന്ന് പറയുകയാണ് മുത്തശ്ശി. എന്നിട്ട് അലീന പായെല്ലാം വിരിച്ച് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഈ
വീടിൻ്റെ അടിക്കല്ല് ഇളകിയിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം വൈജയാണ്. അവൾ ഇനി നേരെ ആയാൽ മാത്രമേ വീട് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, വൈജയന്തി മാഡത്തിന് എന്താണ് ഇത്രയധികം ദേഷ്യം? സാറ് വന്നാലും ഇനിയും ഗതി ഇതൊക്കെ തന്നെയായിരിക്കും, ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല, എന്ത് സ്വഭാവമാണോ എന്നൊക്കെ വൈജയന്തി കുറ്റപ്പെടുത്തി അലീനയും പറയുകയാണ്. രാവിലെ തന്നെ കമല മനുവിനെ വിളിക്കുകയാണ്. നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് അമ്മേ. അവിടെ വേറെ ആരും ഇല്ലേ? വൈജി ഉണ്ടല്ലോ, പിന്നെ നിനക്ക് വീട്ടിൽ വന്ന് കിടന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അവരുടെ കുടുംബത്തിൽ ആശുപത്രി കിടന്നാലും നീയാണല്ലോ കൂട്ടിരിപ്പ്. ആ വേലക്കാരി പെണ്ണ് ആശുപത്രിയിലായപ്പോഴും നീ തന്നെയാണ് കൂട്ടിരിപ്പ്. ഇപ്പോൾ അത് ബാലചന്ദ്രനും കൂട്ടിയിരിക്കുകയാണ്. നിനക്കിത് എന്തിൻ്റെ കേടാണ്? അവിടെ രോഹിത് ഉണ്ടല്ലോ, അവന് കൂട്ടിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതമ്മേ, വൈജയൻ്റെ ആൻറ്റി പോയല്ലോ, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാൾ മതിയെന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടു. രാത്രി ബ്ലഡോ വല്ല മെഡിസിനോ വല്ലതും വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞാൻ പോയല്ലേ പറ്റുമോ? അതൊക്കെ വൈജയന്തി പോകാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്, അവൾ കാർ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ. നീ ഇവിടെ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി സമയത്തിന് ആഹാരം വല്ലതും കഴിക്കുക. എനിക്ക് എൻ്റെ മക്കളുടെ കാര്യമാണ് പ്രധാനമെന്ന് പറഞ്ഞിട്ട് കമല ഫോൺ കട്ട് ചെയ്യുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അലീന ടെറസിൽ തുണിയൊക്കെ പിറകിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആരോ അവിടെ നിന്ന് പതുക്കെ സംസാരിക്കുന്ന പോലെ അലീനയ്ക്ക് തോന്നുന്നു. നോക്കുമ്പോൾ വേറെ ആരും അല്ല, അത് ബബിതയാണ്. അപ്പോൾ ബബിതയ്ക്ക് ചെറിയ ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ഒരു പയ്യനുമായിട്ട് ബബിത പ്രണയത്തിലാണ്. അത് നല്ല രീതിയിലുള്ള പ്രണയമാണോ ഫേക്കാണോ എന്നറിയില്ല. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ പയ്യൻ ഫോണിലൂടെ സംസാരിക്കുകയാണ്. നീ എവിടെയാണെന്നോ, നീ ഒരു ദിവസം എൻ്റെ കൂടെ എന്താണ് വരാത്തത്? നമുക്കൊരു പിക്നിക്കിനൊക്കെ ഇപ്പോൾ അടിച്ചു പൊളിക്കാമല്ലോ, നീ എന്ന് ഇങ്ങനെ എന്നെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ബബിതയെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അതൊന്നും നടക്കില്ല അമ്മ, എനിക്ക് കോളേജിൽ ഞാൻ ഒരു ദിവസം ആബ്സെൻ്റായ അമ്മയെ വിളിച്ച് പറയും മിസ്സ്, അതൊന്നും ഒക്കെ വളരെ പ്രശ്നമാവും. അതുകൊണ്ട് നീ ഇപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഫോണിലൂടെ നയിക്കാമല്ലോ, നീ ഒന്ന് ക്ഷമിക്കുക. ഞാൻ എന്തെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ ഞാൻ എന്തായാലും നിൻ്റെ അടുത്ത് വരും, നമുക്ക് എന്നിട്ട് അടിച്ച് പൊളിക്കാമെന്നൊക്കെ ബബിത പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അലീന തുണിയെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് നടന്നു വരികയാണ്. അപ്പോൾ ബബിത അലീന കാണാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈശ്വര, ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ അലീന അറിഞ്ഞോ എന്നുള്ളൊരു കുറ്റബോധത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അലീന വളരെയധികം ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും പറയാതെ അങ്ങ് നടന്നു പോവുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്